അപ്പൊ സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന, കർത്തൃ പ്രാർത്ഥന, ഇത് നമ്മൾ അനേക പ്രാവശ്യം ഓരോ ദിവസവും ഉരുവിട്ട് ചൊല്ലി പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ പ്രാർത്ഥനകളിൽ ഇങ്ങനെയും കൂടെ നിങ്ങൾ പ്രാർത്ഥിക്കണം എന്നല്ല ഈശോ പഠിപ്പിച്ചത്. നമ്മളുടെ പ്രഭാത പ്രാർത്ഥന അല്ലെങ്കിൽ ഒരു തിരുക്കർമ്മത്തിന്റെ അവസരത്തെ പ്രാർത്ഥനകൾ, അതിനിടയിൽ ആരംഭമായിട്ടോ അവസാനമായിട്ടോ ഒക്കെ ചേർത്ത് വെക്കാവുന്ന ഒരു പ്രാർത്ഥന ഞാൻ നിങ്ങളെ പഠിപ്പിക്കുകയാണ്. ഈ പ്രാർത്ഥനയും കൂടി നിങ്ങൾ പറ്റുന്ന പോലെ ചൊല്ലണം എന്നല്ല ഈശോയോട് പറയുന്നത്. മറിച്ച് നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കും. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശ്വരേറ്റ സ്നേഹിക്കപ്പെട്ട സഹോദരരെ, നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കുവിൻ എന്ന ശീർഷകത്തിൽ ഒരു വചന വിചിന്തന പരമ്പരയിലേക്ക് നമ്മൾ ഇന്ന് കടക്കുകയാണ്. പ്രാർത്ഥനാ ജീവിതത്തിൽ താല്പര്യമുള്ളവരാണ് നമ്മളെല്ലാവരും. പ്രാർത്ഥിക്കാൻ വേണ്ടി എല്ലാ ദിവസവും സമയം മാറ്റിവെക്കുന്നു, പ്രാർത്ഥനയിൽ ആഴപ്പെടാൻ പരിശ്രമിക്കുന്നു, പ്രാർത്ഥനയിലൂടെ ദൈവാനുഗ്രഹം പ്രാപിക്കാൻ, നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ, ദൈവത്തെ കൂടെ അനുഭവിക്കാൻ, നിരവധിയായ രീതിയിൽ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ബോധ്യപ്പെട്ട് വ്യാപരിക്കുന്നവരാണ് നമ്മൾ. നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെ ഈശോയുടെ പാദങ്ങളിലിരുന്ന് അവിടുത്തെ തിരുവചനത്തിന്റെ വ്യക്തതയിൽ കുറെ കൂടെ നല്ല അടിയുറച്ച വേര് ഊന്നിയ കരുത്തുള്ള അവസ്ഥയിലേക്ക് ഒന്ന് ചുവടുറപ്പിക്കാനും വളർത്തിയെടുക്കാനുമായിട്ട് ഈ ഒരു വചന വിചിന്തന പരമ്പരയിലൂടെ നമ്മൾ പരിശ്രമിക്കുകയാണ്. നല്ല ദൈവത്തിന്റെ നിരന്തരമായ സഹായം നമ്മുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈശോ പ്രാർത്ഥനയെക്കുറിച്ച് പഠിപ്പിക്കുന്ന അനേക ഭാഗങ്ങളുണ്ട്. പ്രത്യേകിച്ച് മത്തായിയുടെ സുവിശേഷത്തില് മലയിലെ പ്രസംഗത്തിന് 6-ാമത്തെ അധ്യായം നമ്മൾ വായിക്കുന്നു. 5 പല തിരുവചനങ്ങളിലും നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെ ആയിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അതിന് ബാക്കിയായിട്ടാണ് ഇത് സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവ് എന്ന പ്രാർത്ഥന പഠിപ്പിക്കുന്നത്. ഇവിടെ 2 കാര്യങ്ങൾ ഈശോ പഠിപ്പിക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കുന്നു. 1, പ്രാർത്ഥനയുടെ ശൈലി എങ്ങനെയായിരിക്കണം. 2, പ്രാർത്ഥനയുടെ ഉള്ളടക്കം എന്തായിരിക്കണം. പ്രാർത്ഥന ശൈലിയെക്കുറിച്ച് പറയുമ്പോൾ ആൾക്കാർ കാണുന്ന പോലെ കാണുന്നതിന് വേണ്ടി പൊതുസ്ഥലത്ത് അങ്ങനെയുള്ള ഒരു പ്രദർശന പ്രാർത്ഥനയിലേക്ക് നിങ്ങൾ പോകരുത്. മറിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ മുറിയിൽ കടന്ന് കതകടച്ച് രഹസ്യത്തിൽ പിതാവിൻ്റെ പക്കൽ പ്രാർത്ഥിക്കുക എന്ന് പറയുകയാണ്. പിതാവ് നിങ്ങളുടെ ഉള്ളു കണ്ട് നിങ്ങൾക്ക് വേണ്ടതായ പ്രതിഫലം നൽകും, ഉത്തരം നൽകും എന്ന് പറയുകയാണ്. മുറിയിൽ കടന്ന് കതകടച്ച് എന്ന് പറയുന്നത് വാച്യാർത്ഥത്തിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നൽകിയിരിക്കുന്ന ഭൗതികമായ ജീവിത സാഹചര്യങ്ങളുടെ സ്വകാര്യതയിലേക്ക് കടന്ന് ഏകാന്തതയിൽ കടന്ന് നമ്മൾ പ്രാർത്ഥനയെ വ്യാപരിക്കുക. അങ്ങനെ നമുക്ക് കതകടച്ചകത്തിരിക്കാൻ പറ്റിയൊരു മുറി ഇല്ല എങ്കിലും പലപ്പോഴും ഈശോയ്ക്ക് ഒരു മുറി ഇല്ലായിരുന്നു. ഈശോ ചെയ്തിരുന്നത് വിജന സ്ഥലത്തേക്ക് പോയി. വിജന സ്ഥലത്തേക്ക് ലൂക്കായുടെ സുവിശേഷം 5-ാമത്തെ അധ്യായത്തില് 15-16 തിരുവചനങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. കുഷ്ഠരോഗിക്ക് സൗഖ്യം കൊടുത്തു കഴിയുമ്പോൾ അനേകം ആളുകൾ ഈശോ തേടി വരികയാണ്. എന്നാൽ ഈശോ ചെയ്യുന്നത് നമ്മൾ വായിക്കുകയാണ്, യേശുവിന്റെ കീർത്തി പൂർവാധികം വ്യാപിച്ചതേ ഉള്ളൂ. അവന്റെ വാക്ക് കേൾക്കുന്നതിന് രോഗശാന്തി നേടുന്നതിനും വേണ്ടി വളരെ ആളുകൾ തിങ്ങിക്കൂടി. എന്നാൽ അവനാകട്ടെ വിജന പ്രദേശങ്ങളിലേക്ക് പിൻവാങ്ങി അവിടെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. വിജന സ്ഥലത്തേക്ക് പിൻവാങ്ങി പ്രാർത്ഥിക്കാൻ പോകുന്ന ഈശോ അതിരാവിലെ എണീറ്റ് വിജന സ്ഥലത്തേക്ക് പോയി പ്രാർത്ഥിക്കുന്ന ഈശോയെ മർക്കോസ് സുവിശേഷകന്റെ 1-ാമത്തെ അധ്യായം 35-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നുണ്ട്. വിജന സ്ഥലം. ഈശോ തന്നെ ശുശ്രൂഷയിൽ ഇങ്ങനെ പാലസ നടുക്കൂടെ കറങ്ങി നടക്കുമ്പോൾ എല്ലാ സ്ഥലങ്ങളിലും ഈശോ ഇങ്ങനെ വിജന പ്രദേശങ്ങൾ കണ്ടെത്തി അവിടെ പ്രാർത്ഥനയെ വ്യാപരിച്ചിരുന്നു. അതിനുവേണ്ടി അവിടുന്ന് പലപ്പോഴും മലമുകളുകള്, ഒലിവ് തോട്ടങ്ങള് തെരഞ്ഞെടുത്തിരുന്നത് നമ്മൾ വായിക്കുന്നുണ്ട്. ഒരു തോട്ടത്തേക്ക് പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ തന്നെ നമുക്കറിയാം ഈശോയുടെ പ്രസംഗരാത്രിയിലെ ഗെത്സമൻ തോട്ട പ്രാർത്ഥനയിൽ അപ്പസ്തലന്മാരെ കൂട്ടിക്കൊണ്ട് പ്രാർത്ഥിക്കാൻ പോകുമ്പോഴും 9 പേരെ ഒരു സ്ഥലത്ത് പ്രാർത്ഥിക്കാനാക്കിയിട്ട് 3 പേരെ മാത്രം കൂട്ടിക്കൊണ്ട് പോയി കുറച്ചുകൂടെ മുന്നോട്ട് ചെന്നിട്ട് ആ 3 പേരെയും അവിടെ പ്രാർത്ഥിക്കാൻ ഇരുത്തിയിട്ട് വീണ്ടും ഒരു കല്ലേറ് ദൂരം മുന്നോട്ട് മാറി. എന്നിട്ട് ഈശോ അവിടെ മുട്ടിന്മേൽ വീണ് സാഷ്ടാംഗം വീണ് വേർത്ത് ചോര ഒഴുകുന്ന പോലെ വേർത്ത് ഒക്കെ പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ ഒരു വിജന സ്ഥലം, ആൾക്കാർ കൂടെ ആയിരിക്കുമ്പോഴും ഒരു കല്ലേറ് ദൂരെ മാറുന്നൊരനുഭവം. അപ്പൊ നമ്മുടെയൊക്കെ പ്രാർത്ഥനയിൽ ഇങ്ങനെ ചുറ്റുമുള്ള സാഹചര്യങ്ങളിൽ നമ്മളെ ഒന്ന് മാറ്റി ദൈവത്തോട് നമ്മുടെ ഉള്ളത്തെ ചേർക്കുന്നൊരനുഭവം വേണം. അമ്മ ത്രേസ്യായുടെ ആഭ്യന്തര കർമ്മ്യത്തില്
അമ്മ ത്രേസ്യ പങ്കുവെച്ച് വരുമ്പോൾ നമ്മുടെ യൂട്യൂബ് പരമ്പരയിൽ നമ്മൾ പങ്കുവെച്ചതാണല്ലോ. ത്രേസ്യ പറയുന്നുണ്ട്, പ്രാർത്ഥനയാണ് ആത്മജീവിതത്തിന്റെ വാതില്, പ്രാർത്ഥന തന്നെയാണ് ആത്മജീവിതത്തിൽ മുന്നേറാനുള്ള ചുവടുവയ്പ്പുകളും. പ്രാർത്ഥന കൂടാൻ പറ്റത്തില്ല. ഇനി പ്രാർത്ഥന എന്ന് പറയുമ്പോൾ ത്രേസ്യ എടുത്തു പറയുന്നുണ്ട്, വെറുതെ വാക്കുകൾ ഉരുവിട്ടുകൊണ്ട് നടത്തുന്ന അത്തരം വ്യായാമത്തെ അല്ല ചടങ്ങുകൾ നിർവഹിച്ചുകൊണ്ട് നടത്തുന്ന കർമ്മങ്ങളെ ഞാൻ പ്രാർത്ഥനയായിട്ട് കരുതുന്നില്ല. ഹൃദയം ചേരാത്ത വാക്കുകൾ, അനുഷ്ഠാനങ്ങൾ പ്രാർത്ഥനയല്ല. ഹൃദയം ചേരണം, ഉള്ളു ചേരണം. നമ്മുടെ ഉള്ളത്തിലേക്ക്, ഹൃദയത്തിലേക്ക് അടക്കണം. അപ്പോൾ ബാഹ്യമായിട്ട് തന്നെ നമുക്ക് അന്തരീക്ഷം ചിലപ്പോഴൊക്കെ ഉണ്ടാക്കാൻ പറ്റണം. തനിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ ഏകാന്ത വിജന സ്ഥലങ്ങൾ. ഇനി ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന അവസരം, വിശ്വസന്മാരെ കൂടി പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ ഒരു കല്ലേറ് ദൂരെ ഫിസിക്കലി മാറി. ഈ ഫിസിക്കലി നമുക്കിപ്പോഴും മാറാൻ പറ്റിയല്ല. വീട്ടിൽ കുരിശ് വരയ്ക്കുമ്പോൾ നമുക്ക് ശരീരം കൊണ്ട് എണീറ്റ് പുറത്തേക്ക് പറ്റിയല്ല. ശരീരമായിട്ട് പള്ളിയിൽ കുർബാനയ്ക്ക് വരുമ്പോൾ നമുക്ക് തന്നെ പുറത്തിറങ്ങി പോയി കുർബാന പറ്റിയല്ല. അപ്പൊ കൂട്ടായ്മയുടെ സമൂഹത്തിലായിരിക്കണം. അങ്ങനെ ആയിരിക്കുമ്പോഴും ആന്തരികമായിട്ട് നമ്മളൊരു കല്ലേറ് ദൂരെ മാറണം, ഒരു വിജന സ്ഥലത്തേക്ക് മാറണം. അങ്ങനെ ദൈവത്തെ കേൾക്കണം. ഈശോ താബോർമലയിൽ പ്രാർത്ഥിക്കുമ്പോൾ 3 പേര് കൂടെയുണ്ട്, പത്രോസ്, യോഹന്നാൻ, യാക്കോബും. പക്ഷെ പ്രാർത്ഥിക്കുമ്പോൾ ഈശോ അവരിൽ നിന്നും ഫിസിക്കലി മാറിയില്ല, പക്ഷെ ഉള്ളുകൊണ്ട് മാറിയിട്ട് മോശ, ഏലിയ, പിതാവായ ദൈവം അവരോട് സംസാരിക്കുന്നു, അവരോട് ഇന്ററാക്ട് ചെയ്യുന്നു, സംവേദിക്കുന്നു, അവരുടെ സാമീപ്യം അനുഭവിക്കുന്നു. അങ്ങനെ ഒരു അനുഭവം ഇവിടെയുണ്ട്. പ്രാർത്ഥനയ്ക്കെല്ലാം ഈ ഒരു വ്യക്തിപരമായ ആന്തര അനുഭവം, പൊതുപ്രാർത്ഥനയാകട്ടെ, സമപ്രാർത്ഥനയാകട്ടെ, ഔപചാരികമായ കുർബാന തിരുക്കർമ്മങ്ങൾ ആഘോഷങ്ങളുമാകട്ടെ, തിരുനാൾ പ്രദക്ഷിണമാകട്ടെ, മലകയറ്റം കുരിശിൻ്റെ വഴിയാകട്ടെ, തീർത്ഥാടനമാകട്ടെ, അതിനകത്തൊക്കെ ബാഹ്യമായ കാര്യങ്ങളുണ്ട്. പക്ഷേ അതിനെല്ലാം കൂടെ ഉള്ളം ചേർത്തുള്ള ഒരു വ്യക്തിപരമായ അനുഭവം നമ്മൾ എടുക്കുമ്പോഴാണ് നമുക്കത് പ്രാർത്ഥനയായിട്ട് മാറുക. ഇതാണ് ഈശോ പ്രാർത്ഥനയെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ഒന്ന് പറയുന്നത്, ശൈലിയെക്കുറിച്ച് പറയുന്നത്. യഹൂദർ അന്ന് പൊതുസ്ഥലങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നു. പൊതുസ്ഥലങ്ങളിൽ എല്ലാവരും കാണെ പ്രാർത്ഥിക്കുന്നതിന് കാണപ്പെടുന്നു. നമുക്ക് പൊതുസ്ഥലങ്ങളിൽ പ്രാർത്ഥിക്കാൻ അനേക അവസരങ്ങളുണ്ട്, സൂചിപ്പിച്ചു കഴിഞ്ഞു. പക്ഷെ അവിടെയൊന്നും നമുക്ക് പ്രാർത്ഥനയുടെ കാര്യത്തിൽ ചോർന്നു പോകുന്നതായ ഒരു പ്രദർശന പരതയിലേക്ക്, ബാഹ്യ അനുഷ്ഠാന പരതയിലേക്ക് മാത്രമായിട്ട് തീർന്നു പോകരുതെന്ന് പറയുകയാണ്. ഒപ്പം യേശു ചേർത്ത് പറയുകയാണ്, ഇപ്രകാരം ഉള്ളു ചേർക്കുന്നില്ലാത്തടത്ത് നിങ്ങൾ എന്തുമാത്രം വാക്കുകൾ ഉപയോഗിച്ചാലും അത് മുഴുവൻ വ്യർത്ഥമാണ്. അതിഭാഷണം മൂലം തങ്ങൾ കേൾക്കപ്പെടുന്നുവെന്ന് വിജാതിര് കരുതുന്നു, നിങ്ങൾ അവരെ പോലെ ആകരുത് എന്ന് ഈശോ എടുത്തു പറയുകയാണ്. അതിഭാഷണം വഴി ഒത്തിരി വാക്കുകൾ ഉപയോഗിക്കുന്നതിനല്ല, ഹൃദയം ചേർക്കുന്നതിന് കാര്യം. കാരണം നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ആവശ്യം പിതാവ് അറിയുന്നുണ്ട്. ഹൃദയം അവിടുത്തെ പകരം ഉയർത്തി തുറന്നാൽ മതി, അവിടുന്ന് തരാൻ ഉദ്ദേശിച്ച് നമുക്ക് തരും. അത് നമുക്ക് സ്വീകരിക്കാൻ നമുക്ക് സാധിക്കണം. ഹൃദയമാണ് വേണ്ടത്. രണ്ടാമത്തെ കാര്യം ശ്രദ്ധിക്കുന്നത്, ഈശോ പറയുകയാണ്, മത്തായി 6:9 വായിക്കുന്നു, നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കുവിൻ. നമ്മുടെ ഈ വചന വിചിന്തന പരമ്പരയുടെ പൊതുശീർഷകം അതാണല്ലോ, നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കുവിൻ എന്ന് പറഞ്ഞുകൊണ്ട് ഈശോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന പഠിപ്പിക്കുകയാണ്. അപ്പൊ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന, കർത്തൃ പ്രാർത്ഥന, ഇത് നമ്മൾ അനേക പ്രാവശ്യം ഓരോ ദിവസവും ഉരുവിട്ട് ചൊല്ലി പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ പ്രാർത്ഥനകളിൽ ഇങ്ങനെയും കൂടെ നിങ്ങൾ പ്രാർത്ഥിക്കണം എന്നല്ല ഈശോ പഠിപ്പിച്ചത്. നമ്മളുടെ പ്രഭാത പ്രാർത്ഥന അല്ലെങ്കിൽ ഒരു തിരുക്കർമ്മത്തിന്റെ അവസരത്തെ പ്രാർത്ഥനകൾ, അതിനിടയിൽ ആരംഭമായിട്ടോ അവസാനമായിട്ടോ ഒക്കെ ചേർത്ത് വെക്കാവുന്ന ഒരു പ്രാർത്ഥന ഞാൻ നിങ്ങളെ പഠിപ്പിക്കുകയാണ്. ഈ പ്രാർത്ഥനയും കൂടി നിങ്ങൾ പറ്റുന്ന പോലെ ചൊല്ലണം എന്നല്ല ഈശോ ഇവിടെ പറയുന്നത്. മറിച്ച് നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കുവിൻ. നമ്മുടെ പ്രാർത്ഥന മുഴുവനും എങ്ങനെയാണ് ആയിരിക്കേണ്ടത്? ഏത് പ്രാർത്ഥന ആയിക്കോട്ടെ, എവിടെ വെച്ചുള്ള പ്രാർത്ഥന ആയിക്കോട്ടെ, അതിൻ്റെ ഉള്ളടക്കം എന്തായിരിക്കണം എന്നിവിടെ ഈശോ കൃത്യമായിട്ട് ചൂണ്ടിക്കാണിക്കുകയാണ്. അതുകൊണ്ട് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള പ്രാർത്ഥന വെറുതെ ഒന്ന് ചൊല്ലി തീർത്ത് വിടാനുള്ള ഒരു പ്രാർത്ഥനയല്ല, മറിച്ച് നമ്മുടെ പ്രാർത്ഥന എപ്രകാരം ആയിരിക്കണം എന്ന് ഈശോ കൃത്യമായിട്ട് കാണിച്ചു തരുന്ന പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥന ഈശോ പറയുന്ന ഉള്ളടക്കങ്ങൾ ഇല്ലാത്തടത്ത് നമ്മുടെ പ്രാർത്ഥന ആവുകയില്ല. ഈശോ നേടിയെടുത്ത രക്ഷയിലേക്ക്, ഈശോ സ്ഥാപിച്ച ദൈവരാജ്യ അനുഭവത്തിലേക്ക് കടന്നു വരുന്ന ദൈവരാജ്യത്തിന്റെ മക്കള് പ്രാർത്ഥിക്കേണ്ടത് ഈ രീതിയിലാണ്. ഈ കാര്യങ്ങളാണ് നിങ്ങൾ പ്രാർത്ഥന പറയേണ്ടത്.
നമുക്കതിലേക്ക് ഒന്നൊന്നായിട്ട് വരും സെഷനിൽ ഇറങ്ങാം. നമ്മുടെ പ്രാർത്ഥനയുടെ എല്ലാ ഘട്ടങ്ങളിലും ഉണ്ടായിരിക്കണമെന്ന് നിഷ്കർഷിച്ചിട്ട് ഈശോ പഠിപ്പിക്കുന്നതായ ആ ഉള്ളടക്കത്തിന്റെ വിവിധങ്ങളായ കാര്യങ്ങൾ നമുക്ക് ഒന്നൊന്നായിട്ട് വരും സെഷനുകൾ നമുക്ക് ശ്രദ്ധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് യേശു മിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിന്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ നിരന്തരമായ സാന്നിധ്യവാസവും നമ്മെല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.